ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹം 3 വിപത്തുകളിലൂടെ കടന്നു പോവുകയാണ്. 1 സെക്സ്, 2 മദ്യപാനം, 3 മയക്കുമരുന്ന്. ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതവും സമൂഹ ജീവിതവും ലോകം തന്നെയും നാശത്തിലേക്ക് കടന്നു പോകുന്നതിൽ തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രധാനമായും 3 തരക്കാരാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഒന്നാമത്, യഥാർത്ഥ തിരിച്ചറിവും അവബോധവും ഉണ്ടായിട്ടും അറിഞ്ഞുകൊണ്ട് പോകുന്നവർ. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾക്കും സ്വാർത്ഥ മുഖങ്ങൾക്കും വേണ്ടി ബലിയാടായി തീർന്നു പോകുന്നവർ. മൂന്നാമത്, 2 തരത്തിലും പെടാത്തവരുമുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 സെക്സ്, അതായത് അതിനെ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കാതെ തെറ്റായ വഴികളിൽ ഉപയോഗിക്കുന്നവർ. ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുമ്പോൾ അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും അവരെ പുനരുദ്ധാനം ചെയ്യുന്നതിന് വേണ്ടി മറ്റു ചിലർ സ്വയംഭോഗത്തിലൂടെ കടന്നു പോകുന്നവരുമുണ്ട്. അപ്പോൾ തഴക്കദോഷങ്ങൾ കടന്ന് അവർ അവസാനം നിരാശയിലൂടെ ജീവിത പരാജയത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ, മദ്യപാനം. ഓരോ മദ്യവും ഓരോ എനർജി ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഈ എനർജി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും ചില മദ്യങ്ങൾ മറ്റുള്ളവരെ കുടുംബകലഹത്തിലേക്കും കൊലപാതകത്തിലേക്കും പിടിച്ചു പറയിലേക്കും ബലാത്സംഗങ്ങളിലേക്കും അങ്ങനെ ഒത്തിരി തരത്തിലുള്ള പരാജയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന എനർജി ഗ്രൂപ്പുകളാണ് മദ്യങ്ങൾ. എന്നാൽ ഇത് തിരിച്ചറിവുണ്ടെങ്കിൽ, അവബോധമുണ്ടെങ്കിൽ ഒരിക്കലും അതിലൂടെ കടന്നു പോകാൻ സാധ്യതയുമില്ല. മൂന്നാമത്തെ തരം, മയക്കുമരുന്നുകളുടെ ഉപയോഗം. അതായത് സ്വയം ശക്തിയും അതുപോലെ തന്നെ മറ്റ് ഗുണങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്നും ഇരട്ടി സമ്പാദിക്കുന്നതിന് വേണ്ടി മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഡബിൾ പവർ ഉണ്ടാക്കുകയും സെക്സിലൂടെയും മദ്യപാനത്തിലൂടെയും മറ്റ് സുഖത്തിലൂടെയും ജീവിക്കുന്നവരുണ്ട്. ഇവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പരാജയങ്ങളിലേക്ക് എത്തിച്ചേരുകയും നാശത്തിലെത്തിച്ചേരും എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. പ്രധാനമായും ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു യാഥാർത്ഥ്യം, ഇതിനെപ്പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒത്തിരി ആധ്യാത്മികതയുള്ള വിഭാഗങ്ങളുണ്ട്. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും അവർ നടക്കുകയാണ്. പ്രത്യേകമായി പറയുന്നൊരു കാര്യം, നമ്മുടെ ക്രിസ്തീയ സമുദായത്തിന് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ ഇതിനെപ്പറ്റി അവബോധമുണ്ടാകണം. എല്ലാത്തിനെക്കുറിച്ചും പ്രത്യേകിച്ച് മറ്റു അടിമയെത്തിയിരുന്ന ഒരു അവബോധമുണ്ടാകണം. അവബോധമുണ്ടായാൽ അവർ കുരിശുകളിലൂടെ പോകുന്നതാണെങ്കിലും വിജയത്തിലെത്താൻ സാധിക്കും. അതായത് പ്രത്യേകം സിസ്റ്റേഴ്സൊക്കെ ഓരോ കുടുംബങ്ങളിലും കടന്നു ചെന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവരെ വിമോചിപ്പിച്ച് ക്രിസ്തുവിന് യഥാർത്ഥ മക്കളായി വളർത്തുവാൻ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതിൽ വളരെ പ്രാധാന്യമായി ശ്രദ്ധ ചെലുത്തണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ. എല്ലാവരും